ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം മഴയത്ത് നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ നിൽക്കല്ലേ. നല്ല രസമാണ് ചെടികളൊക്കെ കാണാനപ്പോൾ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസിന് കൊടുക്കാൻ പറ്റിയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണ കൊടുക്കാറുള്ള വളങ്ങളാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമല്ല, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും എപ്പോഴും കൊടുക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ വാങ്ങി സൂക്ഷിക്കാനും അല്ലെങ്കിൽ അത് പെട്ടെന്ന് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ കുറച്ച് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. എൻ്റെ അഡീനിയം വീഡിയോസ്, അതുപോലെ തന്നെ പ്ലാന്റ് കെയറിങ് വീഡിയോസ്, ഇതെല്ലാം നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ ക്രോഷേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ധാരാളം ഇടുന്നുണ്ട്, ട്യൂട്ടോറിയൽസൊക്കെ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അതൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റോസിൻ്റെ വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് അല്ലേ. എല്ലാ വീട്ടിലും ഒരു റോസ് പ്ലാന്റെങ്കിലും, ഒരു നാടൻ പ്ലാന്റെങ്കിലും ഇല്ലാതിരിക്കില്ല. നമ്മൾ എത്ര കുറേ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും. അതൊക്കെ നശിച്ചു പോയാലും ശരി, വീണ്ടും അത് കാണുമ്പോൾ നമുക്ക് കൊതിയാണ് അത് വാങ്ങിക്കാം. കാരണം റോസിനോടുള്ളൊരു ക്രേസ് എല്ലാവർക്കും അങ്ങനെ. എല്ലാ ആൾക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് റോസ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു പ്ലാന്റിനോടും നമുക്ക് ഇപ്പോൾ അഡീനിയ ആയിക്കോട്ടെ, മറ്റുള്ള പ്ലാന്റ്സൊക്കെ സീസണൽ പ്ലാന്റ്സ് എല്ലാം നമ്മൾ വാങ്ങിക്കും, നോക്കും, ഇഷ്ടമാണ്. എങ്കിലും കൂടിയിട്ട് ഈ റോസിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ലഹരി എന്നൊക്കെ പറയുന്ന പോലെ ആണ്. അത് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. റോസ് ആയിരിക്കും അവരുടെ ഏറ്റവും ഫേവറേറ്റ്. അത് വളർത്താതിരിക്കുന്നത് ചിലപ്പോൾ അതിനെ വളർത്തി ആകെ തളർന്നു പോയിട്ടായിരിക്കും. കാരണം അവർക്ക് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ് റോസ്. കാരണം എപ്പോഴും മുട്ടുകരിയൽ, പൂവ് കൊഴിച്ചിൽ, ഇലമഞ്ഞളിപ്പ്, വേര് ചീഞ്ഞു പോകും, അങ്ങനെയുള്ള പല അസുഖങ്ങളും കാരണം ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് കുറേയൊക്കെ വളർത്തിയിട്ട് എല്ലാവരും അതിന് പിന്തിരിയും. പക്ഷെ എപ്പോഴും റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു സ്വപ്നമാണ് എല്ലാവരുടെ മനസ്സിലും. അപ്പോൾ നമുക്ക് ഇന്ന് റോസിന് കൊടുക്കാൻ പറ്റിയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നോക്കാം. അതായത് എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഈ ജൈവവളങ്ങൾ അങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി സൂക്ഷിക്കില്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും അത് കുറച്ചൊരു കുഞ്ഞു പാക്കറ്റൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യം എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു ചാക്കായിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ നമുക്കത് നല്ല തന്നെയാണ് എല്ലാ ചെടികൾക്കും ഒരു തവണയെങ്കിലും ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം അത് ഈ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ വാങ്ങി സൂക്ഷിക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല അതൊന്നും കിട്ടാനായിട്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ട വളങ്ങൾ അത് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഏതൊക്കെ വളമാണ് ഉള്ളതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങൾ കൊടുക്കാം, എങ്ങനെയാണ് അത് വാങ്ങിക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ വളങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DAP ആണ്. അത് ലിക്വിഡ് ഫ്ലവറിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ്. നാനോ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അത് ഒരു മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ഡൈല്യൂട്ട് ആവും. അങ്ങനെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നെല്ലിൻ്റെ പിക്ചർ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നെല്ലിന് മാത്രമല്ല എല്ലാ പൂക്കളും കായ്കളും ഉണ്ടാകുന്ന എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ചെടികൾക്കും എല്ലാം തെളിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുന്നവർ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിന് ഇത്തിരി റേറ്റ് ഉണ്ട്, ചെറിയ ബോട്ടിലൊന്നും കിട്ടുന്നില്ല അത്. അപ്പം
നമ്മൾ ഒരു വളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെടിക്ക് മാത്രമല്ല. ഇപ്പം നമ്മൾ വാങ്ങിക്കും, ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് വാങ്ങിക്കും, പക്ഷെ അത് അതിന് മാത്രമല്ല, എല്ലാതരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാനും തളിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്നത് തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ഈ ഗ്രീൻ കെയർ 30-10-10. ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജനും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു വളമാണ്. ഇത് ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് എടുത്തിട്ട് 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാമോ എടുക്കാം. പക്ഷെ കഴിയുന്നതും വളരെ കുറച്ച് എടുത്തിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ വളരെ കുറച്ച് തന്നെ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വളം വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് തരുന്ന സാധാരണ 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും, എങ്ങനെ ഇരിക്കും ഇത് ചെടികൾക്ക് ഉപയോഗിച്ച. കാരണം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളിപ്പ്, പെട്ടെന്ന് അതിനൊരു വാട്ടം അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് തന്നെ യൂസ് ചെയ്യുക ആദ്യം ഉപയോഗിക്കുമ്പോൾ. നല്ല വളമാണ് കേട്ടോ അത് ചെടികളുടെ വളർച്ചയ്ക്കായിട്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാഷാണ്. അപ്പോൾ ഇതും ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇതും ഇരിക്കുന്നത്. ഇത് പൂക്കളുണ്ടാവാൻ വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചായിട്ട് തന്നെ, ഇതിനൊന്നും അധികം വില വരുന്നില്ല. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച DAP മാത്രമാണ് കുറച്ച് റേറ്റ് കൂടിയത്. ഇതൊക്കെ വളരെ കുറച്ച് വിലയുള്ളൂ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാം. 100 ഗ്രാമോ 200 ഗ്രാമോ ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് വാങ്ങിച്ച് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് വയ്ക്കാം. അതുപോലെ തന്നെ യൂസ് ചെയ്യാം. വലിയ ഒരു സ്ഥലം മുതൽ മുടക്കോ ഒന്നും നമുക്കതിന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ വരുന്നത് DAP ആണ് കേട്ടോ. ഈ DAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാനുവൽസാണ്. ഇത് ബ്ലാക്ക് നിറത്തിലും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബീജ് കളറിലുള്ളതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ എല്ലാ വളങ്ങളും നമ്മൾ ഒരു 15 ദിവസം ഇടവിട്ടിട്ട് വേണം മാറി മാറി കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ ഈ കാണിക്കുന്ന ഒരു വളം എനിക്ക് ഇത് ഷോപ്പിൽ നിന്ന് അവർ തന്നതാണ്. നല്ല വളമാണ്, ഇടയിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു വളമാണ്. അതുപോലെ തന്നെ ഇത് NPK 19-19-19. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിൽ തന്നെ. അപ്പോൾ ഞാനിത് കുറച്ച് നാളായി വാങ്ങിയിട്ട്, അപ്പോൾ അത് ഇവിടെ ഇരുന്നിട്ട് അവസാനമായപ്പോഴേക്കും ഇങ്ങനെ വെള്ളം പോലെ ആയി തുടങ്ങി. അപ്പോൾ അത് NPK 19-19-19 പൂക്കളുണ്ടാവാൻ വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതും 1 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിച്ചു കൊടുക്കുക. ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സം സോൾട്ട് ഇലകളുടെ പച്ചപ്പിനും നല്ല ഫലഭൂയിഷ്ഠമായിട്ട് വളരാനും ഒക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട്. പിന്നെ ഈ കാണിക്കുന്നതാണ് നമ്മുടെ 18-18-18. അതിൽ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ചെടികൾ നല്ല വളർച്ചയ്ക്കും കരുത്തോടെ വളരാനും നല്ല വേരോട്ടത്തിനും എല്ലാം വളരെ നല്ലതാണ്. ഈ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇല കൊഴിച്ചൽ ഉണ്ടാവില്ല. പിന്നെ വാട്ടം അങ്ങനെയുള്ളതൊക്കെ തടുക്കാനും ഒക്കെ നല്ലതാണ് 18-18-18. പിന്നെ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങൾക്കുള്ള മരുന്നുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. കണ്ടോ, ഈ തരത്തിലുള്ള ജീവികളൊക്കെ നമ്മുടെ ചെടികളിൽ ഉണ്ടായിരിക്കും. അപ്പം അത്തരം കീടങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ അത് നമ്മൾ ഇപ്പം വളം വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്താണ് നമ്മളുടെ ചെടിക്ക് അപ്പോൾ കാണുന്ന അസുഖം വെച്ചെങ്കിൽ നമ്മളത് പറഞ്ഞാൽ മതി. അപ്പോൾ അവരവിടുന്ന് അതിന് പറ്റിയ വളങ്ങൾ നമ്മൾ ഇത് ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു മരുന്ന് ഇത് ഞാൻ എടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ 2-3 തുള്ളി മാത്രമേ 1 ലിറ്റർ വെള്ളത്തിൽ ഒറ്റിക്കുള്ളൂ. എന്നിട്ടാണ് ഞാൻ തെളിച്ചു കൊടുക്കാറുള്ളത്. കൂടുതലായ ചെടികൾക്കത് ദോഷമാണ്.
അതുപോലെ തന്നെ മാജിക്, ഇത് നമ്മുടെ ചെടികളിൽ വരുന്നില്ലേ ഈ മീലി ബഗ്, പഞ്ഞി പോലത്തെ ഒരു ജീവി, ആ ജീവി വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കേണ്ടത് ഈ മരുന്നാണ്. വേറെ ഏത് തെളിച്ചാലും ആ ജീവി പോവാറില്ല, അത് ഇങ്ങനെ അതിന് അറ്റാക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ മാജിക്. ഇതും അതെ, 1-2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ, കൂടുതലാക്കരുത്, വളരെ ഡോസ് കൂടിയ ഒരു മരുന്നാണിത്. അപ്പം അങ്ങനെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളിയോ 3 തുള്ളിയോ ഒറ്റിച്ച്, ഞാൻ അത്രയും എടുക്കാറുള്ളൂ, എന്നിട്ട് തിളച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെള്ളീച്ച എന്ന് പറയില്ലേ, കുഞ്ഞു പൊടി പോലെ വെണ്ണീർ പോലത്തെ ഒരു ജീവി വരുന്നത്, അതിൻ്റെ അറ്റാക്ക് തടയാനുള്ള മരുന്നാണ് ഈ ആക്റ്ററ എന്ന് പറയുന്നത്. അത് ഒരു ചെറിയ തരി പോലെയുള്ള ഒരു പൊടിയാണ്. അത് ഞാൻ സാധാരണ സാഫും ഇതിൻ്റെ കൂടെ ഇത് ഒരു നുള്ളൊന്നും ഇടില്ല, 1 നുള്ളിൻ്റെയും പകുതി ഇടുള്ളൂ. ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഡോസ് കൂടിയ മരുന്നുകളാണ്. അപ്പോൾ വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് സാഫിൻ്റെ കൂടെ 1 നുള്ളി ഇട്ടിട്ട് തെളിച്ചു കൊടുക്കും. സന്ധ്യ സമയത്താണ് കൂടുതലും ഈ മരുന്നുകളൊക്കെ തെളിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ എന്ത് നമ്മൾ ഫെർട്ടിലൈസർ ആയാലും ഇതുപോലുള്ള കീടനാശിനികളായാലും തെളിച്ചു കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം തെളിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചെടികൾ നന്നായി നനച്ചതിന് ശേഷം മാത്രം വളങ്ങളായാലും ഈ കീടനാശിനികളായാലും നമ്മൾ ചെടികൾ നനച്ചതിന് ശേഷം മാത്രം പ്രയോഗിക്കുക, അല്ലെങ്കിൽ ചെടികൾക്ക് വാട്ടം ഒക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ റോസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ വളങ്ങളെക്കുറിച്ച് അറിയാത്തവർ ഇത്തരം വളങ്ങളൊക്കെ പറ്റുന്നത് വാങ്ങിച്ചു വയ്ക്കുക. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിതൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഒരുപാടൊന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് തന്നെ വാങ്ങിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.